നീലമാണിക്യം ഭാഗം 2. മോർക്കാർ പ്രഭിയുടെ നീലമാണിക്യമല്ലല്ലോ? ഞാൻ വിളിച്ചു ചോദിച്ചു. അതുതന്നെയാണ്. ആകൃതിയും വലിപ്പവും കണ്ടാൽ എനിക്കറിയാം. അടുത്ത കാലത്ത് ടൈംസ് പത്രത്തിൽ ദിനം പ്രതി പ്രസിദ്ധപ്പെടുത്തിയിരുന്ന പരസ്യം ഞാൻ വായിക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ വില കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. 1000 പവൻ പ്രതിഫലമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിലയുടെ 20-1 ആകൂ ആ തുക. 1000 പവനോ? കർത്താവേ, അത്രയുമോ? കോൺസ്റ്റബിൾ കസേരയിൽ വീണു ഞങ്ങളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അത് സമ്മാനത്തുകയാണ്. പ്രഭിക്ക് ഇതിനോട് വികാരപരമായ ഒരു ബന്ധം കൂടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രത്നം തിരിച്ചു കിട്ടുന്നതിനായി തൻ്റെ സ്വത്തിൻ്റെ പകുതി വേണമെങ്കിലും കൊടുക്കാൻ അവർ തയ്യാറായേക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോളിറ്റനിൽ വെച്ചാണ് ഇത് നഷ്ടപ്പെട്ടത്, അങ്ങനെയല്ലേ? ഞാൻ ചോദിച്ചു. അതെ, 5 ദിവസം മുമ്പ് ഡിസംബർ 22-ാം തീയതി ജോൺ ഹോർണർ എന്നു പേരുള്ള ഒരു ഈയപ്പണിക്കാരൻ അവരുടെ ആഭരണപ്പെട്ടിയിൽ നിന്നും അത് കൈക്കലാക്കി എന്നാണ് ആരോപണം. അയാൾക്കെതിരെ പ്രബലമായ തെളിവുകളുമുണ്ട്. കേസ് കോടതിയിലാണ്. പത്രങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പത്രങ്ങളുടെ ഇടയിൽ ചികഞ്ഞ് തീയതി നോക്കി അദ്ദേഹം അവസാനം ഒരെണ്ണം എടുത്തു നിവർത്തി താഴെ പറയുന്ന വാർത്ത വായിച്ചു കേൾപ്പിച്ചു. ഹോട്ടൽ കോസ്മോപൊളിറ്റനിൽ ആഭരണ മോഷണം. മോർക്കാർ പ്രഭിയുടെ പ്രസിദ്ധമായ നീലമാണിക്യം എന്നറിയപ്പെടുന്ന രത്നം ഈ കഴിഞ്ഞ 22-ാം തീയതി മോഷണം പോയത് സംബന്ധിച്ച് 26 വയസ്സുള്ള ജോൺ ഹോർണർ എന്ന ഈയപ്പണിക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഹോട്ടൽ പരിചാരകൻ ജെയിംസ് റൈഡറുടെ മൊഴി അനുസരിച്ച് സംഭവം ഇപ്രകാരമാണ്. പ്രഭിയുടെ മുറിയിലെ ഇരുമ്പഴികളിൽ ഒരെണ്ണം ഇളകിക്കിടന്നത് ഉറപ്പിക്കാൻ ഹോർണർ നിയോഗിക്കപ്പെട്ടിരുന്നു. റൈഡറാണ് അയാളെ മുറിയിലേക്ക് കൊണ്ടുപോയത്. കുറേ നേരം റൈഡർ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതോ കാര്യത്തിന് അയാൾ പുറത്തുപോയി. മടങ്ങി വന്നപ്പോൾ പണിക്കാരൻ അപ്രത്യക്ഷനായിരുന്നു. അലമാര കുത്തി തുറന്നതായും പ്രഭി രത്നം സൂക്ഷിച്ചിരുന്ന ചെറിയ പെട്ടി ഡ്രസ്സിംഗ് ടേബിളിന് പുറത്ത് തുറന്നു കിടന്നതായും കണ്ടു. റൈഡർ ഉടൻ തന്നെ അപകട സൂചന നൽകി. ഹോർണർ അന്ന് വൈകുന്നേരം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ രത്നം കണ്ടുകിട്ടിയില്ല. മോഷണ വിവരം അറിഞ്ഞപ്പോൾ റൈഡർ ഉറക്കെ നിലവിളിച്ചത് കേട്ടതായി പ്രഭിയുടെ തോഴി കാതറിൻ കസാക്ക് മൊഴി നൽകി. മുറിയിൽ ഓടിച്ചെന്ന അവളും ആദ്യത്തെ സാക്ഷി വിവരിച്ചതുപോലെയുള്ള രംഗമാണ് കണ്ടത്. ബി ഡിവിഷണൽ ഇൻസ്പെക്ടർ ബ്രാഡ്ഷീറ്റ് ഹോർണറെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾ കീഴടങ്ങാൻ കൂട്ടാക്കാതെ താൻ നിരപരാധിയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്രേ. അയാൾ ഇതിനു മുമ്പൊരിക്കൽ മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടയാളാണ്. കോടതി വിചാരണയ്ക്കായി കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നു. കോടതി നടപടികൾക്കിടയിൽ പ്രതി വളരെ പ്രക്ഷുബ്ധനായി കാണപ്പെട്ടു. ഒടുവിൽ ബോധരഹിതനായി തീർന്ന അയാളെ എടുത്ത് പുറത്തു കൊണ്ടുപോകേണ്ടി വന്നു. അത്രയുമാണ് പോലീസിന്റെ വിവരണം. പേപ്പർ ദൂരെ എറിഞ്ഞ് ചിന്തയിലാണ്ട ഹോംസ് പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുത്തിത്തുറക്കപ്പെട്ട ആഭരണപ്പെട്ടിയിൽ നിന്നും ടോട്ടൻഹാം കോർട്ട് റോഡിലെ താറാവിൻ്റെ ഉദരത്തിൽ കടന്നുകൂടുന്നതുവരെയുള്ള മാണിക്യത്തിൻ്റെ ഗതി എന്തായിരുന്നുവെന്ന് അറിയുകയാണ്. വാട്സൺ, നമ്മുടെ ചെറിയ അനുമാനങ്ങൾ സ്ഥൂലരൂപം പൂണ്ട് തീരെ നിരുപദ്രവകരമല്ലാത്ത നിലയിലെത്തിയത് കണ്ടോ? ഇതാ, ഈ മാണിക്യം താറാവിൽ നിന്ന് നമുക്ക് കിട്ടി. താറാവ് മിസ്റ്റർ ഹെൻറി ബേക്കറുടേതാണ്. പഴഞ്ചൻ തൊപ്പിയും ഞാൻ നേരത്തെ വിവരിച്ചു നിങ്ങളെ മുഷിപ്പിച്ച സ്വഭാവവിശേഷമുള്ള ആ മാന്യൻ്റേത്. അതുകൊണ്ട് അയാളെ കണ്ടുപിടിക്കുന്നതിന് നാം കാര്യമായി ശ്രദ്ധിക്കണം. ഈ രഹസ്യത്തിൽ അയാൾക്കുള്ള പങ്കെന്തെന്ന് മനസ്സിലാക്കണം. അതിന് ഏറ്റവും ലഘുവായ മാർഗമാണ് ആദ്യം നാം പരീക്ഷിക്കേണ്ടത്. സായാഹ്ന പത്രങ്ങളിൽ ഒരു പരസ്യം കൊടുത്തു നോക്കാം. ഇത് പരാജയപ്പെട്ടാൽ മറ്റു മാർഗങ്ങൾ ആരായേണ്ടി വരും. എന്തു പറഞ്ഞാണ് പരസ്യപ്പെടുത്തുക? ഒരു പെൻസിലും ഒരു കഷ്ണം പേപ്പറും തരൂ. ഇതാ, ഗുഡ്സ് തെരുവിൻ്റെ മൂലയിൽ ഒരു താറാവും കറുത്ത തൊപ്പിയും കണ്ടുകിട്ടിയിരിക്കുന്നു. മിസ്റ്റർ ഹെൻറി ബേക്കർ ഇന്ന് വൈകുന്നേരം 6:30-ന് 221B ബേക്കൽ സ്ട്രീറ്റിൽ വന്നാൽ സാധനങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. കാര്യം വ്യക്തമാകുമല്ലോ? ധാരാളമായി. പക്ഷേ ഈ പരസ്യം അയാൾ കണ്ടില്ലെങ്കിൽ? അയാളെപ്പോലൊരു സാധുവിന് ഈ നഷ്ടം വളരെ വലുതാണ്. അതുകൊണ്ട് അയാൾ പത്രം നോക്കാതിരിക്കില്ല. ഭാഗ്യദോഷം കൊണ്ട് ജനാല പൊട്ടിയതും പീറ്റേഴ്സൺ ഓടി വന്നതും കണ്ടാണ് പാവം ഓടിക്കളഞ്ഞത്. താറാവിനെ ഉപേക്ഷിച്ചതിൽ അയാൾ തീർച്ചയായും പശ്ചാത്തപിക്കുന്നുണ്ടാവും. പരസ്യത്തിൽ അയാളുടെ പേരുള്ളതുകൊണ്ട് പരിചയമുള്ളവർ അയാളെ അറിയിക്കും. പീറ്റേഴ്സൺ, ഇതാ, ഇന്നത്തെ പത്രങ്ങളിൽ തന്നെ ഇത് കൊടുക്കണം. ഏതിലാണ് സാർ? ഗ്ലോബ്, സ്റ്റാർ, സെന്റ് ജെയിംസ്, ഈവനിംഗ് ന്യൂസ് സ്റ്റാൻഡേർഡ്, പിന്നെ നിങ്ങൾക്ക് തോന്നുന്നതിലെല്ലാം കൊടുത്തോളൂ. ശരി സാർ. ഈ രത്നം? ഓ, അത് ഞാൻ സൂക്ഷിക്കാം. നന്ദി പീറ്റേഴ്സൺ. പിന്നെ മടങ്ങി വരുമ്പോൾ ഒരു താറാവിനെ കൂടി വാങ്ങിക്കൊണ്ട് പോന്നോളൂ. ഉടമസ്ഥൻ വരുമ്പോൾ കൊടുക്കേണ്ടേ?
അയാളുടേത് നിങ്ങളും കുടുംബവും തട്ടിക്കളഞ്ഞല്ലോ. കോൺസ്റ്റബിൾ പോയപ്പോൾ ഹോംസ് രത്നമെടുത്ത് വെളിച്ചത്തിന് നേരെ പിടിച്ചു നോക്കി. എന്തു ഭംഗി, അദ്ദേഹം പറഞ്ഞു. കുറ്റകൃത്യങ്ങളുടെ ബീജവും കേന്ദ്രസ്ഥാനവുമാണിത്. ചെകുത്താന്റെ ചൂണ്ട. വിലയേറിയ രത്നങ്ങളെല്ലാം അങ്ങകലെയാണ്. പഴയ വലിയ രത്നങ്ങളിലെ ഓരോ മുഖവും രക്തരൂക്ഷിതമായ ഓരോ പാതകത്തിന് സാക്ഷ്യം വഹിച്ചതായിരിക്കും. ഈ കല്ലിന് 20 വർഷം പ്രായമായിട്ടില്ല. തെക്കൻ ചൈനയിലെ അമോയ് നദിക്കരയിൽ നിന്ന് കിട്ടിയതാണ്. പുഷ്യരാഗത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയിട്ടുണ്ട്. നിറം മാത്രം ചുവപ്പല്ല, നീലയാണെന്നേ ഉള്ളൂ. പ്രായമേറെ ആയില്ലെങ്കിലും ഇതുവരെയുള്ള ഇതിന്റെ ചരിത്രം ശുഭസൂചകമല്ല. 2 കൊലപാതകങ്ങൾ, ആസിഡ് കൊണ്ടൊരു ലഹള, ഒരു ആത്മഹത്യ, അനേകം മോഷണങ്ങൾ. ഇത്രയും ഈ 40 നെല്ലിട തൂക്കം കട്ടിയായ കൽക്കരി കഷ്ണത്തിന്റെ പേരിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇത്ര മനോഹരമായ ഒരു കൊച്ചു കളിപ്പാട്ടം കഴുമരത്തിലേക്കും കൽത്തുറങ്കിലേക്കുമുള്ള വഴികാട്ടിയാണെന്ന് ആരെങ്കിലും കരുതുമോ? ഇതിനെ ഭദ്രമായി പൂട്ടിവെച്ചിട്ട് കിട്ടിയ വിവരത്തിന് പ്രഭയ്ക്ക് ഒരു കത്തെഴുതാം. ഹോർണർ നിരപരാധിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിപ്പോൾ പറയാൻ പ്രയാസമാണ്. എന്നാൽ മറ്റേയാൾക്ക്, ഹെൻറി ബേക്കർക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് കരുതുന്നുണ്ടോ? താറാവിന് അത്രയും വലിപ്പമുള്ള സ്വർണ്ണ താറാവിനേക്കാൾ വിലയുണ്ടെന്ന് അയാൾ അറിഞ്ഞിരിക്കുകയില്ല. നമ്മുടെ പരസ്യത്തിന് മറുപടി കിട്ടിയാൽ ഒരു ചെറിയ പരീക്ഷണം കൊണ്ട് ഞാൻ അത് തീർച്ചപ്പെടുത്തും. അതുവരെ മറ്റൊന്നും ചെയ്യാനില്ലല്ലോ? ഇല്ല. എങ്കിൽ ഞാൻ എൻ്റെ ജോലിക്കായി കുറേ സമയം ചെലവാക്കട്ടെ. വൈകുന്നേരം താങ്കൾ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ വരും. ഈ കുഴഞ്ഞ പ്രശ്നത്തിൻ്റെ ഉത്തരം എന്തെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. വളരെ സന്തോഷം. 7 മണിക്കാണ് എൻ്റെ അത്താഴം. ഇവിടെ ഒരു കോഴിയുണ്ടെന്ന് തോന്നുന്നു. അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ ഓർക്കുമ്പോൾ മിസ്സിസ് ഹഡ്സനോട് പറയുന്നതല്ലേ നല്ലത്. ഒരു രോഗിയെ സന്ദർശിച്ചു മടങ്ങാൻ അല്പം വൈകിപ്പോയി. ബേക്കൽ സ്ട്രീറ്റിൽ വീണ്ടും എത്തിയപ്പോൾ 6:30 കഴിഞ്ഞിരുന്നു. വീടിന് മുന്നിൽ കഴുത്തറ്റം ബട്ടണിട്ട ഒരു കോട്ട് ധരിച്ച ഉയരം കൂടിയ ഒരാൾ നിൽക്കുന്നത് വെന്റിലേഷനിൽ കൂടി ചിതറി വീണിരുന്ന വെളിച്ചത്തിൽ ഞാൻ കണ്ടു. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഹോംസിന്റെ മുറിയിലേക്ക് കയറി. മിസ്റ്റർ ഹെൻറി ബേക്കർ അല്ലേ? ഹോംസ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സൗഹൃദപൂർവ്വം സ്വാഗതം ചെയ്തു. മിസ്റ്റർ ബേക്കർ, ഈ കസേരയിൽ നെരിപ്പോടിനരികിൽ ഇരിക്കൂ. രാത്രി തണുപ്പ് കുറെ കൂടുതലാണ്. ഹാ വാട്സൺ, നിങ്ങൾ യഥാസമയം എത്തിയല്ലോ. മിസ്റ്റർ ബേക്കർ, ഈ തൊപ്പി താങ്കളുടേതാണോ? അതെ സാർ, എൻ്റേത് തന്നെ, സംശയമില്ല. അയാൾ ഒരു വലിയ മനുഷ്യനായിരുന്നു. തടിച്ചുരുണ്ട ചുമലുകൾ, വലിയ തല, വിസ്താരമേറിയ ചൈതന്യവത്തായ മുഖം, നരച്ചു തുടങ്ങിയ ചെമ്പിച്ച താടി, മൂക്കിലും കവിളിലും തെളിഞ്ഞിരുന്ന അരുണച്ചവിയും നീട്ടിയ കൈകളിലെ വിറയലും ഹോംസ് നേരത്തെ സൂചിപ്പിച്ചിരുന്ന സ്വഭാവവിശേഷങ്ങളെ വെളിപ്പെടുത്തി. കോട്ടിൻ്റെ ഉള്ളിൽ ഷർട്ട് ധരിച്ചിരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. മെല്ലെ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ചുകൊണ്ടുള്ള അയാളുടെ സംഭാഷണ രീതിയിൽ നിന്ന് ആളൊരു വിദ്യാസമ്പന്നനാണെന്നും ദൗർഭാഗ്യം കൊണ്ടാണ് ഈ നിലയിലെത്തിയതെന്നും മനസ്സിലാക്കാം. കുറച്ചു ദിവസമായി ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയായിരുന്നു, ഹോംസ് പറഞ്ഞു. നഷ്ടപ്പെട്ട വിവരം നിങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഞാൻ കരുതി. എന്താണ് അങ്ങനെ ചെയ്യാത്തത്? ഞങ്ങളുടെ സന്ദർശകന്റെ ചുണ്ടിൽ നാണം കലർന്ന ചിരി വിടർന്നു. പണ്ടത്തെ കാലമല്ല, ഇപ്പോൾ പണത്തിന് ഞെരുക്കമാണ്. എന്നെ ആക്രമിച്ച തെമ്മാടികൾ തൊപ്പിയും താറാവും എടുത്തുകൊണ്ട് പോയെന്ന് ഞാൻ ഉറച്ചു. കിട്ടാത്ത വസ്തുവിനു വേണ്ടി കൂടുതൽ നഷ്ടപ്പെടാൻ മടിച്ചതാണ്. അത് സ്വാഭാവികമാണ്. പിന്നെ താറാവിൻ്റെ കാര്യം, ഞങ്ങൾക്കതിനെ തിന്നേണ്ടി വന്നു. അയാൾ അത്ഭുത പരതന്ത്രനായി കസേരയിൽ നിന്ന് എണീറ്റു. അതെ, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോയേനെ. പകരം ആ ഷെൽഫിലിരിക്കുന്ന താറാവിനെ എടുത്തോളൂ. ഏതാണ്ട് അതേ തൂക്കമുണ്ട്. പുതിയതാണ്, പോരെ? ഓഹോ, മതി. ദീർഘനിശ്വാസത്തോടെ മിസ്റ്റർ ബേക്കർ പറഞ്ഞു. നിങ്ങളുടെ പക്ഷിയുടെ തൂവലും ചുണ്ടും കുടലും മറ്റും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ. ആ മനുഷ്യൻ പൊട്ടിച്ചിരിച്ചു. എന്തിന്? അന്നത്തെ സാഹസത്തിന്റെ സ്മരണയ്ക്കായി സൂക്ഷിക്കാനോ? വേറെ എന്തിനു കൊള്ളാം. സർ, താങ്കളുടെ അനുമതിയോടെ ഷെൽഫിലിരിക്കുന്ന താറാവ് ഞാൻ എടുക്കുന്നു. ഷെർലക് ഹോംസ് എന്നെ നോക്കി കണ്ണിറുക്കി. ശരി, നിങ്ങളുടെ താറാവ്, നിങ്ങളുടെ തൊപ്പി, അതിരിക്കട്ടെ. നിങ്ങൾ താറാവിനെ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് പറയുമോ? എനിക്കതറിയാൻ താല്പര്യമുണ്ട്. ഇത്രയും നല്ല ഒരെണ്ണം ഞാൻ കണ്ടിട്ടേയില്ല. ഓ, അതിനെന്താ? എണീറ്റ് താറാവിനെ കയ്യിലൊതുക്കി ബേക്കർ പറഞ്ഞു. മ്യൂസിയത്തിന് സമീപം അൽഫ ഹോട്ടലിൽ ഞങ്ങൾ കുറേ പേർ പതിവായി ചെന്നിരിക്കാറുണ്ട്. പകൽ സമയം മിക്കവാറും മ്യൂസിയത്തിൽ തന്നെ. നല്ലവനായ ഹോട്ടൽ ഉടമസ്ഥൻ വിൻഡി ഗേറ്റ് ഈ കൊല്ലം ഒരു താറാവ് ക്ലബ്ബ് തുടങ്ങി. ഓരോ ആഴ്ചയും കുറച്ച് പെനി വീതം കൊടുത്താൽ
ക്രിസ്മസിന് ഒരു ഒന്നാം തരം താറാവ് സ്വന്തമാക്കാം എന്നതായിരുന്നു പദ്ധതി. ഞാൻ വില മുഴുവൻ അടച്ചു തീർത്തു. ശേഷമെല്ലാം താങ്കൾക്കറിയാമല്ലോ. വളരെ നന്ദി സാർ. ഈ തൊപ്പിയെ എൻ്റെ തലയ്ക്ക് പാകമാകൂ. നാടകീയമായി ഞങ്ങളെ കുനിഞ്ഞു വണങ്ങി അയാൾ പോയി. അയാളുടെ പിന്നാലെ വാതിലടഞ്ഞപ്പോൾ ഹോംസ് പറഞ്ഞു, മിസ്റ്റർ ഹെൻറി ബേക്കറുടെ കാര്യം ഇത്രയേ ഉള്ളൂ. മറ്റൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ. വാട്സന് വിശപ്പുണ്ടോ? ഇല്ല. എന്നാൽ നമുക്ക് ഉടനെ പുറപ്പെടണം. അത്താഴം കുറെ വൈകിയാകാം. അങ്ങനെ ആവട്ടെ. തണുപ്പധികമുള്ള രാത്രിയായിരുന്നു. ഞങ്ങൾ ഓവർകോട്ട് ധരിച്ചു. കഴുത്തിനു ചുറ്റും ഷോൾ പുതച്ചു. മേഘമില്ലാത്ത ആകാശത്തിൽ നക്ഷത്രങ്ങൾ തണുത്തു വിറച്ചു നിന്നിരുന്നു. പാന്തന്മാരുടെ ഉച്ഛ്വാസവായു നിരവധി പിസ്റ്റളുകളിൽ നിന്നെന്നതുപോലെ പുകയായി പുറത്തു വന്നിരുന്നു. ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സിലൂടെ വിംബോൾ സ്ട്രീറ്റും ഹാർലെ സ്ട്രീറ്റും കടന്ന് ഞങ്ങൾ വേഗം നടന്ന് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് പിന്നിട്ട് 15 മിനിറ്റ് കൊണ്ട് ബ്ലൂസ്ബെറിയിലെ ആൽഫ ഹോട്ടലിലെത്തി. ഹോൾബോണിലേക്കുള്ള ജംഗ്ഷനിൽ ഒരു മൂലയിലുള്ള ചെറിയ ഹോട്ടലായിരുന്നു അത്. ഹോംസ് വാതിൽ തുറന്ന് പ്രൈവറ്റ് ബാറിൽ പ്രവേശിച്ച് 2 ഗ്ലാസ് ബിയർ ആവശ്യപ്പെട്ടു. ചുവന്ന മുഖമുള്ള ഹോട്ടൽ ഉടമസ്ഥനോട് ഹോംസ് പറഞ്ഞു, നിങ്ങളുടെ താറാവിനെ പോലെ തന്നെയാണ് ബിയറെങ്കിൽ അത് ഒന്നാം തരമായിരിക്കും. എൻ്റെ താറാവോ? അയാൾ ആശ്ചര്യപ്പെട്ടു. അതെ, അരമണിക്കൂർ മുമ്പ് ഞാൻ അതേപ്പറ്റി നിങ്ങളുടെ താറാവ് ക്ലബിലെ അംഗമായ മിസ്റ്റർ ഹെൻറി ബേക്കറുമായി സംസാരിക്കുകയായിരുന്നു. ഓ അതോ, അത് ശരി. പക്ഷേ സാർ, അത് ഞങ്ങളുടെ താറാവല്ല. പിന്നെ ആരുടേതാണ്? കവന്റ് ഗാർഡനിലെ ഒരു കച്ചവടക്കാരനിൽ നിന്നാണ് 2 ഡസൻ താറാവുകളെ ഞാൻ വാങ്ങിയത്. ഓഹോ, അവിടെയുള്ള ചിലരെ എനിക്കറിയാം. അയാളുടെ പേരെന്താണ്? ബ്രക്കിൻറിഡ്ജ് എന്നാണ്. എനിക്ക് അയാളെ പരിചയമില്ല. ശരി, വളരെ നന്ദി. ഗുഡ് നൈറ്റ്. തണുത്ത കാറ്റിൽ പുറത്തിറങ്ങവേ ഹോംസ് പറഞ്ഞു, ഇനി മിസ്റ്റർ ബ്രക്കിൻറിഡ്ജിനെ തേടി പോകണം. വാട്സൺ, ഒരു കാര്യം ഓർമ്മിക്കണം. നമ്മുടെ ഈ ചങ്ങലയുടെ ഇങ്ങേയറ്റത്ത് വെറും ഒരു താറാവാണുള്ളതെങ്കിലും മറ്റേ അറ്റത്ത് ഒരു മനുഷ്യനാണെന്ന് ഓർമ്മ വേണം. അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ 7 വർഷം അയാൾ ഇരുമ്പഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. ചിലപ്പോൾ അയാൾ അപരാധി തന്നെയെന്നായിരിക്കും തെളിയുക. എന്തായാലും പോലീസിന് കിട്ടാത്ത ഒരു അന്വേഷണ മാർഗം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഭാഗ്യവശാലാണ് ഇങ്ങനെ ഒരു അവസരം കൈവന്നത്.